അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറെ പ്രിയം നിറഞ്ഞ എൻ്റെ ലൗദ ഖുർആൻ മാസ്റ്റേഴ്സ്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ ലോകത്തിലെ കോടാനുകൂടി മനുഷ്യരും മറ്റെല്ലാ സൃഷ്ടികളും കൂടി ഒരുമിച്ച് കണ്ണെത്താത്ത ദൂരത്തോളം വിശാലമായ ഒരു മൈതാനത്ത് ഒരുമിച്ച് കൂടി നിൽക്കുകയാണ്. ഒരാൾക്കും അതിൽ നിന്ന് രക്ഷപ്പെടാനോ ഒളിഞ്ഞു നിൽക്കാനോ സാധിക്കാത്ത വിധം വിശാലമായ ആ മൈതാനത്ത് എന്നാൽ ഈ മനുഷ്യരിൽ ആരെങ്കിലും പരസ്പരം ഒരു വാക്ക് മിണ്ടുകയോ എന്തെങ്കിലും ഒന്ന് സംസാരിക്കുകയോ ചെയ്യുന്നില്ല. അവരെല്ലാവരും പരസ്പരം കാണുന്നുണ്ടെങ്കിലും അവർക്ക് ഒന്ന് മനസ്സ് നിറഞ്ഞ് നോക്കാൻ പോലും സമയമില്ലാതെ അവരെല്ലാവരും വിഹ്വലരായിക്കൊണ്ട് അങ്ങേയറ്റത്തെ ബേജാറോടുകൂടി നിൽക്കുകയാണ്. ഈ ഒരു സന്ദർഭത്തെയാണ് റബ്ബ് സുബ്ഹാനഹു തആല സൂറത്ത് യാസീനിൻ്റെ 32-ാമത്തെ വചനത്തിലൂടെ നമ്മെ താക്കീത് ചെയ്യുന്ന സന്ദർഭം. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وإن كل لما جميع لدينا محضرون. എല്ലാവരും മുഴുവനും തന്നെ നമ്മുടെ അടുക്കൽ ഹാജരാക്കപ്പെടുന്നവരല്ലാതെയില്ല. ഇതാണ് ഈ ലോക ജീവിതത്തെ അർത്ഥവത്താക്കുന്നതും നമ്മെ ഓരോരുത്തരെയും ഇരുത്തി ചിന്തിപ്പിക്കുന്നതും നമ്മുടെ ലക്ഷ്യസ്ഥാനത്തെക്കുറിച്ച് നിരന്തരം നമ്മെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു ചെറിയ വചനം. സുബ്ഹാനല്ലാഹ്. പ്രവാചക പ്രഭു സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഒരു സന്ദർഭത്തെ പറ്റി ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്ത ഹദീസിലൂടെ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അവിടുന്ന് പറഞ്ഞു, മനുഷ്യർ ഖിയാമത്ത് നാളിൽ പരിപൂർണ നഗ്നരായും ചെരുപ്പില്ലാത്തവരായും ചേലാകർമ്മം ചെയ്യാത്തവരായും റബ്ബിൻ്റെ മുമ്പിൽ ഹാജരാക്കപ്പെടും എന്നാണ്. ഇത് കേട്ടപ്പോൾ മഹദി ആയിഷ റളിയല്ലാഹു അൻഹ അവിടത്തോട് ചോദിക്കുന്നുണ്ട്, സല്ലല്ലാഹു അലൈഹി വസല്ലം, യാ റസൂലുള്ളാഹ്, അപ്പോൾ ആളുകൾ പരസ്പരം അവരുടെ നഗ്നത കാണുകയില്ലേ എന്ന്. അപ്പോൾ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞു, അന്നത്തെ ദിവസം അത്രയും ഭയാനകമായിരിക്കും ആയിഷ, പരസ്പരം ഒന്ന് നോക്കാൻ പോലും ആർക്കും കഴിയില്ല എന്നാണ്. സുബ്ഹാനല്ലാഹ്. ഇത് തന്നെയാണ് എല്ലാവരും ഹാജരാക്കപ്പെടും എന്ന റബ്ബിൻ്റെ വാക്കിൻ്റെ ആഴവും പരപ്പും. ഇന്ന് നമുക്ക് ചുറ്റും മനുഷ്യരിൽ ചിലർ അധികാരം നിലനിർത്താനോ കൂടുതൽ സമ്പാദിക്കാനോ ഒക്കെ വേണ്ടി തൻ്റെ സഹോദരങ്ങളായ മനുഷ്യരെ, അവരിലെ കുഞ്ഞു കുട്ടികളെപ്പോലും പട്ടിണിക്കിട്ടും നേർക്ക് നേരെ വെടിവെച്ച് കൊന്നും തീർക്കുകയും അവരുടെ വീടുകളിൽ നിന്ന് അവരെ ആട്ടിപ്പായിച്ചുകൊണ്ട് പുതിയ റിയൽ എസ്റ്റേറ്റ് സ്വപ്നങ്ങൾ കണ്ടുകൊണ്ട് കിടന്നുറങ്ങുകയാണ്. എന്നാൽ അവർ കരുതുന്നത് അവർ ചെയ്യുന്ന ഒന്നിനും ആരോടും ഒരിക്കലും ഒന്നും മറുപടി പറയേണ്ടി വരില്ല എന്നാണ്. അവിടെയാണ് എല്ലാവരെയും കൊണ്ടുവരപ്പെടുമെന്ന റബ്ബിൻ്റെ ശക്തമായ താക്കീതിൻ്റെ പ്രസക്തി. അതെ, അന റബ്ബുക്കുമുൽ അഅ്ലാ, ഞാൻ തന്നെയാണ് ഉന്നതനായ അല്ലാഹു എന്ന് അഹങ്കരിച്ചവരെയും ലക്ഷക്കണക്കിന് മനുഷ്യരെ കൊല്ലാക്കൊല ചെയ്യുകയും പാപങ്ങളിൽ മുഴുകി ജീവിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നവർ, റബ്ബിനെ ഓർത്ത് ആരോരും കാണാനില്ലാത്ത രാത്രികളിൽ കണ്ണുനീർ വാർത്ത് കരഞ്ഞു പ്രാർത്ഥിച്ചവരെയും എല്ലാവരെയും അവൻ്റെ മുമ്പിൽ കൊണ്ടുവരിക തന്നെ ചെയ്യും എന്നാണ് റബ്ബിൻ്റെ വാക്ക്. സുബ്ഹാനല്ലാഹ്. ഇനിയാണ് നാം ഓരോരുത്തരും നെഞ്ചിൽ കൈവച്ച് സ്വയം ചോദിക്കേണ്ടത്, ആ ദിവസം അവനോട് പറയാൻ എന്ത് ഒഴിവ് കഴിവാണ് എനിക്കും നിങ്ങൾക്കും ഉള്ളത്? ഞാനും നിങ്ങളും ഭയത്തോടെ തല താഴ്ത്തി നരകത്തിലേക്ക് മുഖം കുത്തി വീഴുന്നവരിലാണോ ഉണ്ടാവുക? അതോ നാം ചെയ്ത നന്മകൾ കാരണമായി അവൻ്റെ കാരുണ്യത്തിൻ്റെ കേദാരമായ സ്വർഗത്തിലേക്ക് പ്രവേശിക്കപ്പെടുന്നവരിലാണോ നമ്മൾ ഉണ്ടാകുക? സുബ്ഹാനല്ലാഹ്. ചിന്തിക്കണ്ടേ നമ്മൾ?
ആരോടും സഹായിക്കാനില്ലാതെ, ആരാരും ഒന്നും സഹായിക്കാനില്ലാതെ സ്വന്തം കർമ്മങ്ങളായി മാത്രം ഞാനും നിങ്ങളും ലോകരക്ഷിതാവിൻ്റെ മുമ്പിൽ വിചാരണക്കായി നിൽക്കുമ്പോൾ ഏറ്റവും എളുപ്പത്തിൽ അത് പൂർത്തീകരിക്കാൻ നമുക്ക് സാധിക്കേണ്ടതില്ലേ? അതിന് തക്കതായ രീതിയിൽ എന്ത് നന്മയാണ് ഞാനും നിങ്ങളും ഇന്നേ ദിവസം കൊണ്ടുവരെ ചെയ്തു വച്ചിട്ടുള്ളത്? ഇത് നാം ചിന്തിക്കുകയും സ്വയം വിചാരണ നടത്തുകയും അതിനനുസരിച്ച് ഇനിയുള്ള ജീവിതം നന്നാക്കുകയും അതോടുകൂടി റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ കാരുണ്യത്തിൻ്റെ ഈ കേദാരമായ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ, മുവഹിദീങ്ങളുടെ കൂട്ടത്തിൽ, മുഹ്സിനീങ്ങളുടെ കൂട്ടത്തിൽ നമുക്കും കൂടിച്ചേരേണ്ടതില്ലേ? അവരോട് കൂടി നമുക്കും ഒന്നു ചേർന്ന് സ്വർഗപ്പൂന്തോപ്പിലേക്ക് കടക്കേണ്ടതില്ലേ? ഇതിനെക്കുറിച്ച് വളരെ ഗൗരവതരമായി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എന്നെയും അതുപോലെ നിങ്ങൾ ഓരോരുത്തരെയും അതിനുവേണ്ടി ആഹ്വാനം ചെയ്തുകൊണ്ട് വാഹിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.